ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഡലിയാണേ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം മോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡലിയും റെഡിയായി, പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4-5 ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികളൊക്കെ കഴുകി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെറസിൽ പോയിട്ട് തുണികളെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം രാവിലെ തന്നെ നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടും. നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അയിലയാണ് കിട്ടിയത്, ചെറിയ കൊച്ചു അയിലയാണ് കിട്ടിയത്. അപ്പോൾ അത് ഇനി ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ആദ്യം കറിക്കുള്ളത് തേങ്ങ ഒന്ന് അരച്ച് വെച്ച് കേട്ടോ. അരച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ മീൻ ക്ലീനാക്കി വെച്ചത്. പിന്നെ അതിൻ്റെ പകുതി മീൻ എടുത്തിട്ട് ഞാൻ അയില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരി അടുപ്പത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറും ഒക്കെ വെന്തതൊന്ന് അടച്ച് ഇടാൻ പോയാണ്. പിന്നെ കറിക്കുള്ളത് ഞാൻ അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം അരച്ച് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ അരച്ച് ഉടനെ തന്നെ നമ്മൾ ചൂടോട് കൂടി തന്നെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വലിയ ടേസ്റ്റ് തോന്നത്തില്ല. അപ്പം ഞാൻ ആദ്യം അരച്ച് വെച്ചിട്ടാണ് പിന്നെ മീൻ ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ അതേ കറിയൊക്കെ അടപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ പകുതി ക്യാബേജ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാബേജും ക്യാരറ്റ്, പച്ചമുളക്, സവോള, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം എല്ലാം കൂടെ നമ്മൾ തിരുമ്മിയിട്ട് വറയിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ക്യാബേജ് തോരൻ റെഡിയായി. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി എടുത്താണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് അല്പം വെന്ത് പോയിട്ടുണ്ടായിരുന്നു. ഊണിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് വൈകുന്നേരമാണ്. എൻ്റെ ഫോണിനാണെങ്കിൽ തീരെ ചാർജും കുറവായിരുന്നേ. അപ്പോൾ കാറ്റടിക്കുന്ന തോറും ഇതുപോലെ കരികിലിങ്ങനെ പറന്ന് വീണുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ ചൂലും കൊണ്ട് തൂക്കാനേ സമയമുള്ളൂ. പിന്നെ നമുക്ക് ഇതിപ്പം നമ്മുടെ സ്വന്തം വീടല്ല കേട്ടോ, ഇത് വാടകയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. നേരത്തെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ താമസം തുടങ്ങിയിട്ടൊന്ന് ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളേ. അപ്പം ഞാൻ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെയും കുറച്ച് പണികളുണ്ടായിരുന്നു അടുക്കളയിൽ. ഇപ്പോൾ വൈകിട്ട് മോൻ പുറത്തേക്ക് പോയപ്പോൾ കുറച്ച് കക്ക ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് നമുക്ക് കപ്പ വാങ്ങിച്ചതിരിപ്പുണ്ട്. കപ്പയും പുഴുങ്ങിയിട്ട് കപ്പയും കക്കാർച്ചിയും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് പോയിട്ട് കക്കയിറച്ചിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. വലിയ ഇറച്ചിയായിരുന്നു. അപ്പോൾ അതിന് ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണേ. കക്കയിറച്ചി അടുപ്പത്ത് വെച്ചപ്പം കക്കയിറച്ചിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ കക്കയിറച്ചി വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ആ സമയത്ത് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വഴറ്റാനുള്ളതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, സവോളയുണ്ട്. അപ്പോൾ സവോളയും നൈസായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പിലയെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്, അല്പം കൂടെ വറ്റാനുണ്ട്. അത് അടുപ്പത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴന്ന് വന്ന ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ സവോളയ്ക്ക് അല്പം ഉപ്പും കൂടെ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സവോള വഴന്ന് കിട്ടും. പിന്നെ പച്ചമുളകും കറിവേപ്പില എല്ലാം അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ വഴന്ന് വരുന്ന ആ ഒരു സമയത്താണ് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളം വറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രത്തിൽ കയറി പിടിച്ചത്. എൻ്റെ കൈ നന്നായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കക്കയിറച്ചി റെഡിയാക്കിയൊക്കെ എടുത്ത് കേട്ടാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കക്കയിറച്ചിക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ കപ്പയും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ കൊത്തി എരിഞ്ഞ് ചെറിയ പീസായിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ കപ്പയുടെ കൂടെ കക്കയിറച്ചിയും കൂട്ടി കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടേ. അതുകൊണ്ട് ആണ് നമ്മൾ കപ്പ പുഴുങ്ങിയത്. പിന്നെ അരി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ചോറും ഉണ്ട് കഴിക്കാനായിട്ട്. ചോറിനാണെങ്കിൽ ഉച്ചയ്ക്ക് കറി വെച്ച മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ആ മസാല പുരട്ടി വെച്ചിരുന്ന അയില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2 ഐറ്റവും കൂടെ നമുക്ക് കുഴയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുഴച്ചില്ല, ഞാനിപ്പോൾ രണ്ടും 2ആയിട്ട് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത മികച്ച നല്ല കണ്ടൻറ്റുകളായിട്ട്
നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സി യു.